ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ് റുട്ടീൻ എന്നൊന്നും പറയല്ലേ, ഈവനിങ് എങ്ങനെയാണ് എന്നുള്ളത് മാത്രമാണ്. എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെയല്ല കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൂടുണ്ടാവുകയാണെങ്കിൽ ആ ഈവനിങ് അടിപൊളിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൂലത്തിൽ ചടഞ്ഞ് കുത്തി ഫോണിൽ കളിച്ചിരിക്കേണ്ടാവും. അതൊക്കെയാണ് എൻ്റെ ഈവനിങ്. ഇന്ന് പിന്നെ വീട്ടിൻ്റെ മുന്നിൽ ഒരു വാഴ ഉണ്ട്. ഞങ്ങളെ വാഴയല്ല, വേറെ ആർതുമാണ്. അപ്പോൾ അതിങ്ങനെ നല്ല ഇലയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. അതിൽ പൊതിച്ചോറ് കഴിച്ചാലോ എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പൊതിച്ചോറ് ഉണ്ടാക്കൽ റിസ്ക് അല്ലേ ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ച് അതിൽ അട ഉണ്ടാക്കാം. എനിക്ക് ആകപ്പാടെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു നല്ല സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട മാത്രം. വേറെ ഒന്നും അങ്ങനെ എനിക്ക് അങ്ങനെ കുക്ക് ചെയ്യുന്നൊന്നും വലിയ ഐഡിയയില്ല. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ വ്ളോഗ് ചെയ്യണതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ ഈ കുക്ക് ചെയ്യണ. അല്ലെങ്കിൽ ഞാൻ ഇത്രയൊന്നും പെർഫെക്റ്റ് ആക്കിയൊന്നും ചെയ്യലില്ല. അങ്ങനെ അപ്പോൾ ഇലയൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ട് കഴുകിട്ടോ. കാരണം പൊടി ഉണ്ടാവും ഇലയിൽ എന്തായാലും. അപ്പം അത് പോകണമല്ലോ, അതുകൊണ്ട് കഴുകി. പിന്നെ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ മെയിൻലി ഞാൻ പത്തിരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കൽ. പിന്നെ ഗോതമ്പ് കൊണ്ടും ഉണ്ടാക്കുന്നു തോന്നുന്നു, ഗോതമ്പ് പൊടി കൊണ്ട്. എനിക്ക് കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ഞാൻ പത്തിരിപ്പൊടി യൂഷ്വലി നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വേണ്ടി കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് കണ്ടോ ഗൈസ്, ഞാൻ തേങ്ങയൊക്കെ ഒറ്റയ്ക്ക് പൊട്ടിക്കും. ഇതൊക്കെ ചുമ്മാ പ്രഹസനാണ്. ഇതൊന്നല്ല, 2-3 തേങ്ങ പൊട്ടിക്കാൻ അറിയാതെ ഫ്ലോപ്പായിട്ടാണ് കിടക്കേണ്ടി വരും. ഇതെന്തോ ഭാഗ്യത്തിന് പൊട്ടി കറക്റ്റ്. അതാണ് ഞാൻ കാണിച്ചൊക്കെ തരണത്. ഞാൻ കണ്ടോ കറക്റ്റാക്കി പൊട്ടിച്ചെന്ന് കാണിച്ചു തരും. പിന്നെ അത് നന്നായിട്ട് ചിരവിയതിന് ശേഷം നമ്മൾ ശർക്കര ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതൊരു ടെക്നിക്കാണ്. നമ്മൾ ഈ വെജിറ്റബിൾ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്ററാണിത്. ഇതുകൊണ്ട് ശർക്കര ഗ്രേറ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾ കേട്ടോ. നല്ല വൃത്തിയിൽ കിട്ടും. കണ്ടോ, നമുക്ക് വേണ്ട പോലെ തന്നെ അത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കത്തി കൊണ്ടൊക്കെ അല്ലേ ഇങ്ങനെ ആക്കിയെടുക്കാറ്. അപ്പോൾ അതിനേക്കാളും അടിപൊളിയായിട്ട് കിട്ടും. ഈ സംഭവം എനിക്ക് തീരെ ഇഷ്ടമല്ല, പത്തിരി കുഴക്കുന്നത്. കയ്യിലൊക്കെ ഒട്ടുമ്പോൾ എനിക്ക് എന്തോ പോലെ ആവും. പക്ഷെ എന്നാലും ആവശ്യം നമ്മുടെ പോയല്ലോ, എൻ്റെ പോയല്ലോ, അതുകൊണ്ട് കുഴച്ചു. അങ്ങനെ റെഡിയായി. അപ്പോഴാണ് അത് ഫ്ലോപ്പായത് പറഞ്ഞത്. അപ്പോഴാണ് അമ്മമ്മ വന്ന് പറഞ്ഞത് കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചാൽ നല്ലപോലെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് റൗണ്ടിൽ കിട്ടി. അതിൻ്റെ അസിസ്റ്റൻ്റാണ് കുക്കു. അവൾ അവിടെ ഇരിക്കും. ഞാൻ എന്ത് പണി അടുക്കളയിൽ എടുക്കുകയാണെങ്കിലും അതേപോലെ ചെയറിലൊക്കെ വന്നിരുന്നോളും. എന്നിട്ട് നമ്മൾ പൊതുവെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ മാവ് ഉരുണ്ട അങ്ങനെ പരത്തിയെടുക്കുകയാണല്ലോ ചെയ്യുക. പക്ഷേ അതിനേക്കാളും നല്ല നിങ്ങൾ ഈ പത്തിരി ഉണ്ടാക്കണ പ്രസ്സിലിട്ടിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വട്ടം പെർഫെക്റ്റായിട്ട് റൗണ്ടിൽ തന്നെ കിട്ടും ചെയ്യും. പിന്നെ എളുപ്പപ്പണിയാണ്. അങ്ങനെ ചെയ്ത് നോക്കണേ, അപ്പോൾ അടിപൊളിയായിട്ട് തോന്നും. എനിക്ക് തോന്നി, നിങ്ങളും ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇതേമാതിരി ഇലയൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ച് അതിന് ശേഷം എല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്തു, ഒരു വെള്ളമൊക്കെ തിളപ്പിച്ച് നമ്മളെ നൂൽപുട്ട് ഉണ്ടാക്കണ ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിലാണ് ഇതേമാതിരി ഒരു 6 ഉണ്ടായിരുന്നു, അത് വെച്ച് സെറ്റാക്കി. അങ്ങനെ അതിന് ശേഷം കുറച്ച് ചെടിയുണ്ട്. അധികമൊന്നുമില്ല, 2-3 5 ചെടിയുണ്ട്. ആ ഉള്ളതിൽ കുറച്ച് നല്ല പൂക്കളും ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് രാവിലെ വൈകുന്നേരമൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കലുണ്ട്. അതുകൊണ്ട് അത് ചെയ്ത് പിന്നെ ഡ്രസ്സൊക്കെ ഉണങ്ങാട്ടുണ്ടായിരുന്നു, അതും എടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. കണ്ടോ, ഈ ഇലയൊക്കെ വാടി വരുമ്പോൾ നല്ലൊരു കളറായി ഇല. അങ്ങനെ സെറ്റായി കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഈവനിങ് ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു അടിപൊളി ഐറ്റം കൂട്ടിയിട്ടാണ് ഞാൻ ചായ കുടിച്ചത്. പിന്നെ വീട്ടിൽ മറ്റേ വെട്ട് കേക്ക് പോലത്തെ ഒരു കേക്ക്, അതിന് പറയും റവയൊക്കെ ഉള്ള ഒരു ടൈപ്പ് കേക്ക്, അതുണ്ടായിരുന്നു. അതും കൂട്ടി ചായ കുടിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.